പാട്ടുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. പാട്ടുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ സ്നേഹിക്കാൻ എൻ്റെ സ്നേഹവും പോരാ. യേശുവേ നിന്നെ വർണ്ണിപ്പാൻ എൻ്റെ ചിന്തകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ കരം വീശിക്കൊണ്ട് വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നമ്മളോടൊപ്പമായിരിക്കുന്ന, നമ്മൾ നിത്യം വസിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ നിരന്തരം നയിക്കുന്ന, നമ്മളെ കാത്തുരക്ഷിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നമുക്ക് ഇരു കാര്യങ്ങൾ ഉയർത്തി നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കും ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ഉച്ചസ്വരത്തിൽ ഹൃദയം തുറന്ന് നാവുകളെ സ്വതന്ത്രമായി ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവേ, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കരുണാമയനായ ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു, പ്രകീർത്തിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ ഒരു ബേക്കറി വരാവോ? സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞവർ കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞേ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതങ്ങളിലൂടെ ഇടപെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കാനും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയ അത്ഭുതങ്ങള്, വലിയ അടയാളങ്ങള്, വലിയ ദൈവിക ഇടപെടല് ഞങ്ങൾക്ക് തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾക്കാം. എൻ്റെ പേര് മേരി, ഞാൻ എടൂരിൽ നിന്നും വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജോൺസൺ. ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹം. മൈക്ക് ചേർത്ത് പിടിക്കാവോ? മൈക്ക് ചേർത്ത് പിടിച്ച് പറയാവോ? ഞാൻ കഴിഞ്ഞ ജൂൺ 11-ാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് ആരാധനയ്ക്ക് വരുന്നത്. അന്ന് കൗൺസിലിങ്ങിൽ പങ്കെടുത്തിരുന്നു. വലിയ ഒരു കടഭാരം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെയാണ് ഞങ്ങളിവിടെ വന്നത്. ഒരു 10-16 വർഷമായിട്ട് ഈ കടഭാരം കാരണം ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുടുംബമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒരു രക്ഷയുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ എനിക്ക് കൗൺസിലിങ്ങിന് വേണ്ടി കിട്ടിയത് സിസ്റ്ററിനെയായിരുന്നു, സിസ്റ്റർ അഞ്ജന. സിസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 1.5-2 മാസത്തിനുള്ളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്നും കടബാധ്യതയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, വിശ്വാസ പ്രമാണം 9 പ്രാവശ്യം വെച്ച് 33 ദിവസം ഈശോയുടെ തിരുവയസ്സിനെ ധ്യാനിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അതുപ്രകാരം അത് ചൊല്ലിപ്പോന്നു. ഒരു ദിവസം ഒരു ആൻറ്റി ഞങ്ങളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സാമ്പത്തിക കടബാധ്യതയിന്മേൽ ആൻറ്റി സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, എത്ര കടമുണ്ടെന്നുള്ളതൊക്കെ ഒരു ലിസ്റ്റാക്കി തരാൻ പറഞ്ഞു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, വലിയൊരു ഷോക്കായിപ്പോയി. അന്നേരം എനിക്ക് പെട്ടെന്ന് ഈ സിസ്റ്റർ ഈ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഞാൻ പെട്ടെന്ന് കലണ്ടറിൽ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു 33 ദിവസം ഈ വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതുകൊണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കൃത്യം 45-ാമത്തെ ദിവസമാണ് ഈ ഫോൺ കോൾ വന്നത്.
അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കടമെല്ലാം നല്ല സെറ്റിൽഡാക്കി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു, കടമൊന്നുമില്ലാതെ. ദൈവത്തിന് 1000 നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്റേഴ്സിനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. കരങ്ങളൊന്ന് അടിച്ച് ഈശോയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹബക്കുക്ക് 1:5 പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി കഴിയാത്ത ഈ നാളുകളിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത്തുകര ഉയർത്തിയ വചനം പറയാം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരത്ഭുതം നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവരുടെ നല്ല സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവരൊരുപാട് ദുഃഖഭാരത്തോടെ സങ്കടത്തോടെ ഈ ആലയത്തിൽ വന്നതൊക്കെ ഓർക്കുകയാണ്. എന്നാലിപ്പോൾ ഇവരിന്നിത് വന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയ ദൈവിക ഇടപെടലാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ധ്യാനത്തിന് വരുന്നത് നമ്മുടെ ജോസിയേട്ടൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ജോസിയേട്ടനുണ്ടോ ഇവിടെ? ഉണ്ട്, ഫ്രണ്ടിൽ ഒന്ന് കൈപൊക്കിക്കേ ജോസിയേട്ടൻ. ജോസിയേട്ടന് സിസ്റ്റർ ഒരു മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ ഇടവേഗൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു ലാറ്റിൻ പള്ളിയുണ്ട്. ലാറ്റിൻ പള്ളിയിൽ ധ്യാനം നടത്തിയിരുന്നു. അപ്പോൾ ജോസേട്ടൻ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, നീ വരുന്നതെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അവരുടെ ലാറ്റിൻ പള്ളിയല്ലേ, അവരുടെ ഇടവക ധ്യാനമാണ്, അതിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ തുടങ്ങി. ബുധനാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ഇവിടെ ആളെയും കൊണ്ടുവരാൻ തുടങ്ങി. ബുധനാഴ്ച ആളെയും കൊണ്ട് ധ്യാനം കൂടാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വരുന്നോ? ഞാനിവിടെ പോകുന്നുണ്ട്, ഞാൻ ആളെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ജോസേട്ടാ, ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ധ്യാനത്തിന് പോയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുവന്ന ബസ്സിൻ്റെ ലീഡറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ജോസിയേട്ടനൊരു സാക്ഷ്യം അവിടെ പറയുവാണെങ്കിൽ, ഈ ധ്യാനത്തിൽ ജോസിയേട്ടനൊരു സാക്ഷ്യം പറയുവാണെങ്കിൽ ഞാനും വരും, അന്ന് ഞാൻ വരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സാക്ഷ്യം പറയാൻ എനിക്കാണ് യോഗ്യത കിട്ടിയത്. അതിനുശേഷം ഞാൻ തന്നെ ഒരു തീരുമാനം 2-3 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോസിയേട്ടനോട് വന്നു. അങ്ങനെയാണ് ഇവിടെ ഞാൻ ധ്യാനം കൂടിയത്. അപ്പം ധ്യാനം കൂടാൻ വന്നപ്പം ബ്രദറിനോട് പറഞ്ഞു, 2 മാസത്തിനുള്ളിൽ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഭാര്യനെ അടുത്ത പ്രാവശ്യം വരും, ഭാര്യനെ കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഭാര്യ വരുമെന്ന് തോന്നില്ല, തിരക്കുള്ള ആളാണ്, അവൾ ടൈലറിങ് ഷോപ്പ് നടത്തുന്നുണ്ട്, തിരക്കാണ്. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ മതി, വരുമെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച പറഞ്ഞപ്പോൾ അവൾ തന്നെ വന്നു, ഞാനും കൂടി. അങ്ങനെയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഈ കടം കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മാസം ഞങ്ങൾ 3 പേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അവൾ ടൈലറിങ് ഷോപ്പ് നടത്തുന്നുണ്ട്, മകൾ മെഡിക്കൽ സ്ക്രൈബായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 3 പേരുടെ ശമ്പളം കൊണ്ടും വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഈ കടത്തിൻ്റെ ഒരു മൂലയ്ക്ക് പോലും എത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ പലിശ പോലും അടയ്ക്കാൻ പറ്റില്ല, പലിശയുടെ ഒരു ശതമാനം പോലും അടയ്ക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ മകളെന്നോട് പറഞ്ഞു, അപ്പം നമുക്ക് ഈ വീട് വിട്ടിട്ട് നമുക്ക് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാം. അതാണെങ്കിൽ വാടക കൊടുത്താൽ പോരെ, നമ്മളുണ്ടാക്കുന്ന പൈസയെങ്കിലും നമുക്ക് മിച്ചം വരുമല്ലോ. ഈ കട ബാങ്കുകാർ ഇതൊന്ന് ജപ്തി ചെയ്ത് എടുത്തിട്ട് പൊക്കോട്ടെ, നമുക്ക് നമ്മുടെ സ്ഥലം വിറ്റാലും നമുക്ക് വീട്ടാൻ പറ്റില്ല. കാരണം ഞാൻ 2 ഏക്കർ സ്ഥലമുണ്ട്. സ്ഥലം വീടിനോട് വെക്കാൻ നോക്കിയിട്ട് വില പറയുന്നില്ല. സ്ഥലം വില കിട്ടുന്ന സ്ഥലമാണ്, വില പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യുക, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ. അപ്പം മക്കൾക്കും വിശ്വാസത്തിൽ നിന്നൊരു അകൽച്ചയുണ്ടായി. ഞാൻ വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും പപ്പയ്ക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് മക്കൾക്ക് ഒരു വിശ്വാസത്തിലേക്ക് അകൽച്ചയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ 1 മിനിറ്റ് നേരം മൗനമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരു വചനം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം 1 ദിനവൃത്താന്തം 4:10. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങേക്കരം എന്നോടുകൂടിയായിരിക്കും, എൻ്റെ വിപത്തുകളിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ള ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് ബൈബിളിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന പറഞ്ഞാണ് ഞാൻ വർഷങ്ങളായിട്ട്, ആ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആ പ്രാർത്ഥന കിട്ടിയത്. അന്നോട്ട് ഞാൻ ആ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശു, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷേർലി എന്ന പേരുള്ള ആ സഹോദരി എഴുതി തന്നിരിക്കുന്ന ഇങ്ങനെയാണ്: 20 വർഷം മുൻപുള്ള ഒരു വെളിപ്പെടുത്തലിലൂടെ കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് അവർ എഴുതി തന്നിരിക്കുന്നത്. 20 വർഷം മുൻപ് ഈ സഹോദരി എൻ്റെ അടുത്ത്, ഞാനന്ന് ചാത്തൻകോട്ട് നട ധ്യാന സെൻറ്ററിലാണ്, അവിടെ ധ്യാനിക്കാൻ വരികയും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരികയും ചെയ്തിരുന്നുവെന്നും, അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഇപ്രകാരം കർത്താവ് പറഞ്ഞു, ഈശോയുടെ മുൾക്കിരീടമാണ് സഹോദരിയുടെ കയ്യിൽ ഈശോ തരുന്നതെന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട, അവയെല്ലാം ആ മുൾക്കിരീടം ആ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കർത്താവ് താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു. തുടർന്നുള്ള ലൈഫ് അദ്ദേഹം ചേച്ചി എഴുതിയിരിക്കുകയാണ്: ആ കാലഘട്ടങ്ങളിൽ ഭർത്താവ് വലിയ മദ്യപാനിയായിരുന്നു, കച്ചവടം അല്പം നഷ്ടത്തിലായി, വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ഒരുപാട് കഷ്ടതകളിലൂടെയും 20 വർഷം കടന്നുപോയി. അങ്ങനെ ജീവിച്ച കാലഘട്ടത്തിൽ ശക്തി പകർന്നത് ഇത് കർത്താവ് ആഗ്രഹിക്കുന്നതും ദൈവം നിശ്ചയിച്ചതുമാണ് എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടിയതുകൊണ്ട് ഈ സഹോദരിക്ക് ആ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയും, തുടർന്ന് ദൈവം ഇവർക്കില്ലാതിരുന്നതെല്ലാം, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു എന്നുമാണ് എഴുതിയിരിക്കുന്നത്. വീട്, വാഹനം, മക്കൾക്ക് നല്ല ജോലി. അപ്പോൾ വലിയൊരു കാലഘട്ടത്തിലെ സഹനങ്ങളിലൂടെ അവർ പിടിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചതെന്നും എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യവും നന്ദിയും ഇവർ രേഖപ്പെടുത്തുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ 2 സാക്ഷ്യവും നമുക്ക് വലിയ പ്രചോദനം തരികയാണ്. ഒന്ന്, കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. ഈ ചേച്ചി പറഞ്ഞിട്ടില്ലേ, 20 വർഷം മുൻപാണ് ഒരു ധ്യാനത്തിന് ചെല്ലുന്നത്. ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ കർത്താവ് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് എന്ത് തരാൻ പോവുകയെന്നാണ് പറഞ്ഞത്? സഹനങ്ങൾ തരാൻ പോവുകയെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൾക്കിരീടം തന്നെ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. അതും മേടിച്ചുകൊണ്ട് പോയി. ആ സഹനത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ ഈശോ ഇത് ആഗ്രഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നു, സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നു, വീട് കൊടുക്കുന്നു, വാഹനം കൊടുക്കുന്നു. അതായത് ഈ ഭൂമിയിൽ ദൈവം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം, മക്കൾക്ക് ഞാൻ നല്ല ജോലി, ഇതെല്ലാം കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വാക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, മുന്നോട്ട് പോകുക. നാം കാരുണ്യത്തിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മുന്നോട്ട് പൊക്കോളുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ട, നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട, ജീവിതത്തിൽ മടുപ്പ് തോന്നണ്ട, വിഷമം തോന്നണ്ട. എന്ത് ചെയ്താൽ മതി? മുന്നോട്ട് പോകാൻ തന്നെ ഉള്ളിൽ ഉറച്ച തീരുമാനം എടുക്കണം. കർത്താവ് ഇടപെട്ടുകൊള്ളും. അതാണ് മാർപ്പാപ്പ പറയുന്നത്. മുന്നോട്ട് പോകുക. നാം കാരുണ്യത്തിൻ്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഈ ജോസേട്ടനും മേരി ചേച്ചിയും സാക്ഷ്യപ്പെടുത്തിയെന്ന് ഓർത്ത് നോക്കിയേ. അവരുടെ വലിയ കടബാധ്യതകളുമായിട്ട് മുന്നോട്ട് പോയി. എങ്ങോട്ടും എത്തി? മുന്നോട്ട് പോയി എവിടെ എത്തി? കർത്താവിൻ്റെ ആലയത്തിലെത്തി. അപ്പോൾ കർത്താവ് തൻ്റെ ആലയത്തിൽ വെച്ച് അവരുടെ നിലവിളി കേട്ട് അവരെ അനുഗ്രഹിച്ചു. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി. കാരണം ഇത് കരുണയുടെ കാലഘട്ടമാണ്. ദൈവം നമ്മളോട് കരുണ കാണിക്കും, ഉറപ്പാണ്. ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഇത് കൂട്ട് കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അവരുടെയൊക്കെ പേരടക്കം അറിയാം.
അതുകൊണ്ട് നല്ല ഉറപ്പ്, എത്ര വലിയ കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരോട് ആലയിൽ, കർത്താവിൻ്റെ ആലയിലായിരിക്കാൻ പറയുമ്പോൾ അത് ചെയ്തിട്ടുള്ള, അതനുസരിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവം ആ വലിയ വമ്പൻ കടബാധ്യതകളിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ആമേൻ, ആമേൻ. ഇവരെന്നോട് പറഞ്ഞപ്പം പറഞ്ഞു, ഇത് ആരാണ് ഇത്രയും വലിയ കടബാധ്യതകളിൽ ഇടപെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആ വ്യക്തി പറഞ്ഞ ഒരു വചനം ഇതാന്ന് പറഞ്ഞു, വലത്ത് കൈ ചെയ്യുന്ന ഇടത്ത് കൈ അറിയരുത്. ഹല്ലേലൂയ. കണ്ടോ, വലിയ ബാധ്യതകളുടെ മേൽ ഇടപെട്ടിട്ട് ആ വചനമാണ് അവർക്ക് ദൈവത്തിൻ്റെ ആ കരുണ അവരിലൂടെ വർഷിക്കാനായിട്ട് ഇത് പ്രേരിപ്പിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ കരുണയുടെ വലിയൊരു ഇടപെടൽ നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ ഉണ്ടാകും. സംശയമുണ്ടോ? സംശയിക്കരുത്. പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. അത് ഭംഗിയായിട്ട് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് തീരുമാനം, ഒരുപക്ഷെ നമ്മൾ മനസ്സ് മടുത്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്, അല്ലേ? മനസ്സ് മടുത്ത് പതറി മുന്നോട്ട് ആരോ നിർബന്ധിച്ചിട്ട് വന്നതായിരിക്കും. ഇനി മുന്നോട്ട് ഒട്ടും പോകാൻ പറ്റത്തില്ല, അങ്ങനെയാ പലരും പറയുന്നത്. ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താ? ഞാൻ ഓർക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. 2 കൊച്ചു കുഞ്ഞുങ്ങൾ. അവർക്ക് ഭയങ്കരമായിട്ടുള്ള കടബാധ്യതയിൽ ജപ്തി വരികയാണ്. ജപ്തി നോട്ടീസ് അവരുടെ കയ്യിലെത്തിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരാ വീട് വിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ വലിയ ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ആ സമയത്ത് വിശ്വസിക്കണമെങ്കിൽ വലിയ കൃപ, ശക്തമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ കൃപ തന്നെ നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ ഈശോയുടെ മുൻപിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മാർപ്പാപ്പയുടെ വാക്കുകൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മുന്നോട്ട് പോകുക. കാരുണ്യത്തിൻ്റെ യുഗത്തിലാണ് എന്ന് പറയുമ്പോൾ കരുണയാണ് ദൈവം ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് നൽകുന്നത്. കരുണയാണ് ദൈവം നമുക്ക് നൽകുന്നത്. കരുണയാണ് ദൈവം നമ്മുടെ മേൽ വർഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് എന്നിട്ടൊന്ന് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ദൈവം നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് ദൈവത്തിനൊരു നന്ദി പറഞ്ഞേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. കർത്താവേ, മുന്നോട്ട് നയിച്ചത്, മുന്നോട്ട് നമ്മൾ പോകുന്നത്, മുന്നോട്ട് നമ്മൾ ഇത്രയും എത്തിയത്, മാർപ്പാപ്പ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്നൊന്ന് വിശ്വസിച്ച് ആ കരുണയെ ആരാധിക്കുമ്പോഴാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്, നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അവസ്ഥകളൊക്കെ ഓർത്ത് നോക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ ഓർത്ത് നോക്കി. മുന്നോട്ട് പോരാൻ, ഇത്രയും എത്താൻ പറ്റാത്ത തരത്തിൽ നമ്മൾ വിഷമിച്ചിരുന്നില്ലേ? ചിലപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് തീർത്ത് കളയാൻ, അവസാനിപ്പിച്ച് കളയാനൊക്കെ ഓർത്തിരുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ആരിലൂടെയെങ്കിലും ഒക്കെ സംഭവിച്ചപ്പോഴല്ലേ നമുക്ക് മുന്നോട്ട് പോരാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് മുന്നോട്ട് പോരാനായിട്ട് സാധിക്കുന്ന. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് സ്തുതിപ്പ് നിന്നു പോകരുത്. നിങ്ങൾ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ പാടിക്കൊണ്ടിരിക്കണം, അല്ലെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അടുത്തുള്ളവർക്കും നിങ്ങളുടെ സ്തുതിപ്പ് പ്രചോദനമാകാം. വലിയ അത്ഭുതങ്ങൾ. ഇപ്പം നമ്മൾ സ്തുതിച്ച സമയത്ത് തലയുടെ ഒരു വശത്തുള്ള വലിയ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം, ചെവിയെ, അവിടെ എല്ലാം ഇങ്ങനെ സൗഖ്യം നടക്കുന്നു. ഈശോ അത് കാണുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറയുകയാണ് നമ്മളോട്. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, ചെവിക്ക് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ആ ചെവിയുടെ വേദന മൂലമായിരിക്കാം തലയുടെ ഒരു വശം മുഴുവൻ വേദനയ്ക്കും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന വ്യക്തിക്ക് കർത്താവേ, തലയ്ക്കകത്തുള്ള രോഗസംബന്ധ രോഗങ്ങൾ എല്ലാം ഈശോയെ ആ ചെവിയുടെ അതിലെയുള്ള ഞരമ്പ്, കഴുത്തേലേക്കുള്ള ഞരമ്പ് എല്ലാം വേദനിക്കുകയാണ്. ഇവിടെ എല്ലാം കർത്താവിൻ്റെ വലിയ സൗഖ്യം
ഒഴുകുകയാണ് പ്രിയപ്പെട്ടവരെ. ഈശോയുടെ വലിയ തിരുരക്തം ഒഴുക്കി ഈശോ നമ്മളെ സുഖപ്പെടുത്തുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അതുപോലെ നാളുകളായിട്ട് പൈൽസിൻ്റെ രോഗം മൂലം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ബ്ലീഡിങ്ങും അതിൻ്റെതായ അസ്വസ്ഥകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. സ്തുതിപ്പ് ശക്തമാക്കിയാൽ, നിങ്ങൾ മുഴുവൻ സമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ 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 അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കുമവൻ. പുതുതായി പണിയും നിൻ വിരലുകൾ അനവധി തലമുറകൾ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കുമവൻ. പുതുതായി പണിയും നിൻ വിരലുകൾ അനവധി തലമുറകൾ. നീ ഒരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. നീ ഒരു പുലരി വെളിച്ചം പോലെ പൊട്ടി വിരിഞ്ഞുയരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. തേനായിത്തീരും, തേനരുവി പോലായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കുപ്പിക്ക് ശ്വാസം മുട്ടൽ മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. കാലിൻ്റെ മുട്ടിന് നീരും വേദനയും മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഒരു വ്യക്തിയുടെ തോളിലിരിക്കുന്ന വലിയൊരു കുരിശ് കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി, നന്ദി. വിശുദ്ധ കുർബാനയിലുള്ള ഈശോ വന്ന് തൊടുന്ന അനുഭവം 3 മക്കൾക്ക് ഈശോ കൊടുക്കുന്നു. പരിശുദ്ധ അമ്മ അടുത്ത് വന്ന് നിൽക്കുന്ന അനുഭവം ഈശോ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിന് വെരിക്കോസിന്റെ വേദന മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് അതുമൂലം ഉണ്ടായ മുറിവ് ഉണക്കുകയും ആ വേദന മാറ്റിക്കൊടുക്കുകയും ചെയ്ത് ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സങ്കീർത്തനം 53-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം ഒന്ന് കേൾക്കാം. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല, ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു, അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. വനത്തുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് പറഞ്ഞേ. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല, ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു, അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി, ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി, ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി, ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഈശോയെ വിളിച്ചപേക്ഷിക്കുന്നവർ. വചനം പറയുകയാണ്, ഇതാ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. കണ്ണുകളടച്ച്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത മനുഷ്യൻ പരിഭ്രാന്തനായിരിക്കും. അവർ പരിഭ്രാന്തിയോടെ അലഞ്ഞു നടക്കും. ആരാണ് എന്നെ സഹായിക്കുന്നത്? എവിടെയാണ് എനിക്ക് രക്ഷ? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭാഗ്യപ്പെട്ടവരാ. എത്തേണ്ടിടത്തെത്തി തമ്പുരാൻ്റെ ആ വലിയ കരുണ കരകവിഞ്ഞൊഴുകുന്ന തൻ്റെ ആ സ്നേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെത്തി. എന്നാൽ
ഇന്ന് പരിഭ്രാന്തിയോടെ നടക്കുന്ന വലിയ ഒരു ജനം നമുക്ക് ചുറ്റിലുമുണ്ടേ എന്നുള്ളത് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അതാ വചനം പറയുന്ന, അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആയിരിക്കില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഞാനോ നിങ്ങളോ ആണോ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പരിഭ്രാന്തിയോടെ ഇരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ ആ കൃപയിലേക്ക് അവരൊന്ന് എത്താൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതാണ് സുവിശേഷ ശുശ്രൂഷ. നമ്മൾ ഏറ്റെടുക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുക. പരിഭ്രാന്തിയോടെ വലിയ വേദനയോടെ ഓടി നടക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെ ഒന്ന് കണ്ടെത്താൻ, അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥരാകാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് നഷ്ടപ്പെട്ട ആടുകൾ ആലയിലെത്തും. കർത്താവിന് നഷ്ടപ്പെട്ട ആടുകൾ ആലയിലെത്തും. വലത്തുകരം ഉയർത്തി വചനം ഒന്നും കൂടെ പറഞ്ഞേ, ഇവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നില്ല, അതവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വലിയ പരിഭ്രാന്തിയുടെ അസ്വസ്ഥതകളുടെ കാലഘട്ടമാണ്. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും നമുക്ക് ഫലദായകമായി തീരുന്നില്ല. ധാരാളം വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് നമ്മളെ ആക്രമിക്കുന്നു. തെരുവ് നായകൾ നമ്മളെ ആക്രമിക്കുന്നു. എങ്ങനെ നോക്കിയാലും നമുക്ക് സുരക്ഷിതമില്ലായ്മ, പരിഭ്രാന്തി, നമ്മളെ ഭയം വല്ലാതെ കീഴടക്കുന്നു. ഭയം നമ്മളെ കീഴടക്കുന്നു. എന്നാൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ, നിന്റെ സംരക്ഷകൻ ദൈവമാണെന്ന് കുഞ്ഞെ നീ ഓർത്താൽ, നിനക്ക് പൂർണ്ണമായിട്ടും ഭയം വെടിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്: യേശുവേ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് ഒരാത്മാവ് ആത്മാർത്ഥമായിട്ട് ഉരുവിടുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നേറ്റ് പറയാം: യേശുവേ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് ഒരാത്മാവ് ആത്മാർത്ഥമായി ഉരുവിടുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നു. ആശ്വാസം ലഭിക്കുന്നു. എപ്പം നമ്മുടെ ഉത്കണ്ഠ വിട്ടുപോകുമെന്നാ പറയുന്നത്? എപ്പോൾ നമ്മുടെ ഭയം മാറിപ്പോകുമെന്നാ പറയുന്നത്? എപ്പോൾ നമുക്ക് ആത്മധൈര്യം കിട്ടുമെന്ന വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തൻ്റെ സന്ദേശത്തിലൂടെ നമ്മളെ അറിയിക്കുന്നത് എപ്പോഴാ? യേശുവേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നുവെന്ന് ആരാണോ പറയുന്നത് അവർക്കാണ് ആശ്വാസം ലഭിക്കുന്നത്, അവർക്കാണ് കരുണ ലഭിക്കുന്നത്, അവർക്കാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഒരിക്കലും നമുക്ക് പറയാം: യേശുവേ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു. എൻ്റെ ഭയവും എൻ്റെ ഉത്കണ്ഠയും എൻ്റെ നിരാശയും എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രതിസന്ധികളും എൻ്റെ പ്രശ്നങ്ങളും ഈശോയെ നീ ഏറ്റെടുക്കണമേ, നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ഹൃദയം തുറന്ന് വലിയ ബോധ്യത്തോടെ ഒന്ന് പറഞ്ഞേ: ഈശോയെ, എൻ്റെ ഭാരങ്ങളും വേദനകളും വിഷമങ്ങളും അതൊരു മനുഷ്യനും ഏറ്റെടുക്കാൻ പറ്റുന്നതല്ല, ദൈവം തന്നെ ഏറ്റെടുക്കണം. ഈശോയെ, കടന്നു വരണമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഒരൊറ്റ വാക്കുമതി പ്രിയപ്പെട്ടവരെ. ഒത്തിരി ഒന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ട. മാർപ്പാപ്പ പറയുകയാണ്, ഒത്തിരി ഒന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ട. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഉരുവിടേണ്ട ഒരൊറ്റ പ്രാർത്ഥന ഇതാണെന്നാ പറയുന്നത്: യേശുവേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. പറഞ്ഞുകൊണ്ടിരുന്നേ, ഈശോയെ, ശരണപ്പെടുന്ന ഈ മക്കളോട് കരുണ കാണിക്കണമേ ദൈവമേ. അങ്ങിൽ ശരണപ്പെടുന്ന ഈ ദൈവജനത്തിന്റെ മേൽ അവിടെ സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ കർത്താവേ, ഇറങ്ങി വരണമേ. നിന്നിൽ ശരണപ്പെടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങിൽ ശരണപ്പെടാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങിൽ ശരണപ്പെടാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
അങ്ങയിൽ ശരണപ്പെടാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ. എല്ലാ ദുഃഖങ്ങളും മക്കളുടെ മനസ്സുകളിൽ നിന്ന് പോകട്ടെ, ഭയം പോകട്ടെ, ആകുലതകൾ പോകട്ടെ. ഈശോ, 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 ഈശോയെ നിന്നിൽ ശരണപ്പെടും, ഈശോയിൽ ശരണപ്പെടും, ഈശോയിൽ ശരണപ്പെടും. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. നമുക്ക് പരസ്പരം കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. ഒന്നിച്ചുള്ള യാത്രയാണ്, യേശുവിനോടൊത്തുള്ള യാത്രയാണ്, യേശുവിലേക്കുള്ള യാത്രയാണ്. ഒരു പ്രാർത്ഥന കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന്. പ്രാർത്ഥിക്കാൻ പറ്റാതെ പരിഭ്രാന്തിയോടെ കടന്നു വന്ന എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാർത്ഥന ഞാൻ സമർപ്പിച്ചു. അത് യേശുവേ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നുവെന്നാണ്. ആ പ്രാർത്ഥന എൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. ആ പ്രാർത്ഥന എൻ്റെ ഈശോയുടെ ഹൃദയം കേട്ടു. ഈശോ ആ പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഉത്തരം ഇതാ വരുന്നു, മറുപടി ഇതാ വരുന്നു. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിനക്ക് മറുപടി തരുന്നു. സങ്കീർത്തനം 52:8 നമ്മൾ മനോഹരമായൊരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അതിപ്രകാരമാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. യേശുവേ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. പറയാവോ? വീണ്ടും പറഞ്ഞു സ്തുതിച്ച്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. 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 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കോർത്ത കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു സൈന്യത്തെ പോലെ നിവർന്നു നിന്ന് എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ പറഞ്ഞ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്ന ഒരു ജനതയാണ് നമ്മളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. 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 ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവരുടെ മേൽ
മേലെ ഇതാ സ്വർഗത്തിൽ നിന്ന് വലിയ കൃപകൾ ദൈവം വർഷിക്കുന്നു. പരിശുദ്ധ അമ്മ, വിശുദ്ധ യേശുപിതാവ്, വിശുദ്ധ മിഖായേൽ മാലാഖ, വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ യൂദാസ് തദേവൂസ്, ദാ നമുക്കോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ, ഞങ്ങളെ നിറയണമേ, ഞങ്ങളെ നിറയണമേ. നിന്റെ കാരുണ്യത്തിൽ എന്നേക്കും ആശ്രയിക്കുന്ന ഈ ജനത്തോട് നീ കരുണ കാണിക്കണമേ കർത്താവേ. നിന്റെ കാരുണ്യത്തിൽ എന്നേക്കും ആശ്രയിക്കുന്ന ഈ പ്രിയപ്പെട്ട ജനത്തോട്, ദൈവമക്കളോട് നീ കരുണ കാണിക്കണമേ കർത്താവേ, കരുണ കാണിക്കണമേ. പരിഭ്രാന്തിയോടെ നിന്നെ വിളിച്ചപേക്ഷിക്കാൻ പറ്റാതെ, ആശ്രയിക്കാൻ പറ്റാതെ, ദൈവത്തിന്റെ കരുണയിൽ ശരണപ്പെടാൻ പറ്റാതെ, നിന്നിൽ നിന്ന് അകന്നു പോകുന്നവരെ, നിന്നിൽ വിശ്വസിക്കാൻ പറ്റാത്തവരെ, വിശ്വാസം ഉപേക്ഷിക്കുന്നവരെ, പ്രാർത്ഥന ഉപേക്ഷിക്കുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് ഈശോയുടെ കരുണ അനുഭവിച്ച് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമേഴാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ അടിയനിതാ, അടിയനിതാ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ഉദരാശയ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു അമ്മച്ചിയുടെ മടിത്തട്ടിൽ ഉണ്ണീശോയെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ശരണപ്പെടുന്നു, 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 ആശ്രയിക്കുന്നു, ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇവിടെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം, ഒരു വാക്കുണ്ട്. നമ്മൾ ഇപ്രകാരം പറഞ്ഞ ദൈവത്തിന്റെ കാരുണ്യത്തിൽ, ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ, അത് കഴിഞ്ഞ് പറഞ്ഞത് ഞാൻ എന്നേക്കും ആശ്രയിക്കും. ഇന്നത്തേനല്ല, നാളത്തേനല്ല, എന്നേക്കും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് എപ്പോഴും വേണമെന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചു കിട്ടി, ഇനി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ ചിലർ ചിന്തിക്കും. എൻ്റെ കടം മാറിക്കിട്ടി, എൻ്റെ മക്കൾ പരീക്ഷ പാസ് ആയി, എൻ്റെ വീട് പണിത് കഴിഞ്ഞു, ഇനി എനിക്ക് കരുണയുടെ ആവശ്യമുണ്ടോ? പക്ഷേ ഈ പ്രാർത്ഥനയിൽ വളരെ ശക്തമായൊരു സന്ദേശം, എന്നേക്കും, എന്നേക്കും, എപ്പോഴും, എല്ലാ സമയവും. നമുക്കറിയാം, നമ്മൾ ചെയ്ത ഒരു തെറ്റിന് 8 വർഷത്തേന് ശിക്ഷ അനുവദിച്ചെങ്കിൽ നമ്മൾ 15 വർഷത്തേക്ക് നമ്മൾ ഒരിക്കലും ദയാഹർജി എഴുതി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് 8 വർഷം കൊണ്ട് ശിക്ഷ തീർന്നു. എന്നാൽ 15 വർഷത്തേക്ക് ദയാഹർജി നമ്മളെ എഴുതി അപേക്ഷിക്കുന്നത് പോലെ ഇതാ ഈ പ്രാർത്ഥനയിൽ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ.
ഇപ്പോഴും എന്നും നിത്യതയിൽ എൻ്റെ അപ്പൻ്റെ മടിത്തട്ടിൽ എൻ്റെ ആത്മാവെത്തുവോളം അവനോടൊത്ത് ഞാൻ വിശ്രമിക്കുവോളം ഇതാ ഈ കാരുണ്യം എനിക്ക് വേണം. ദൈവത്തിൻ്റെ ഈ കരുണ എനിക്ക് വേണം. ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. നന്ദി പറയും. ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. അത് ശ്രേഷ്ഠമാണ്. 3 കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 1, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ എന്നേക്കും എപ്പോഴും എല്ലാ സമയവും ദൈവമക്കളെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. 2, ദൈവം ഈ കരുണയിൽ നിന്ന് നമ്മളോട് കാണിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. 3, ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ ഭക്തരുടെ മുമ്പിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. ദൈവത്തിൻ്റെ ഭക്തരുടെ മുൻപിൽ നമ്മൾ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കണം. അനുഗ്രഹം കിട്ടിയിട്ട് അത് പറഞ്ഞ് അത് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങയുടെ നാമത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ, ഇത് ശ്രേഷ്ഠമാണെന്ന് വചനത്തിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഉണ്ടെന്ന് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്തേ. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കൊക്കെ കേൾക്കാവുന്നത് പോലെ ഭാഷാപരമുള്ളവരൊക്കെ ഭാഷാപരമൊക്കെ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നേ. കാലിൻ്റെ തള്ള വിരലിന് അതിൻ്റെ ഞരമ്പുകൾക്ക് എന്തോ വിഷമമുള്ള കാലിൻ്റെ ആ പത്തി വിരലുകൾ ഇവിടെയെല്ലാം കർത്താവിൻ്റെ വലിയ സൗഖ്യദായകമായ ഇടപെടൽ ഇപ്പം സംഭവിക്കുന്നു. രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്ക് സങ്കീർത്തനം 84:12 ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. വലത്തുകരം ഉയർത്തി പറയാവോ? സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലിയ തീച്ചൂള അനുഭവത്തിൽ കിടക്കുന്നവരാകും. വലിയ അഗ്നികുണ്ഡത്തിൽ കിടക്കുന്നവരാകും. നമുക്കറിയാം, 3 യുവാക്കന്മാരെ ആ നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല, സത്യദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ വലിയ തീക്കുണ്ടത്തിലേക്ക്, അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അങ്ങനെ വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ അഗ്നികുണ്ഡത്തിൽ അവരെങ്ങനെ പ്രാർത്ഥിച്ചു, അവരെന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ട്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കണ്ടോ? അവർ ദൈവത്തിന് കീർത്തനം ആരംഭിച്ചു. എപ്പോൾ? എല്ലാം സന്തോഷകരമായിരുന്നപ്പോഴല്ല, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയപ്പോഴല്ല, അവരുടെ ജീവിതത്തിൽ സഹനങ്ങളില്ലാതെ ആയപ്പോഴല്ല, വേദനകളില്ലാതെ ആയപ്പോഴല്ല, എല്ലാ മേഖലകളിലും അനുഗ്രഹം ഒഴുകി വന്നപ്പോഴല്ല. ഇതാ അവര് ദൈവത്തിന് കീർത്തനം ആലപിച്ചത് വലിയ തീ
തീച്ചൂളയുടെ നടുവിൽ, അഗ്നികുണ്ഡത്തിന്റെ നടുവിൽ അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചു എന്നാണ് വചനം പറയുന്നത്. അവർ ദൈവത്തെ സ്തുതിച്ചു. തീ ജ്വാലകളുടെ മധ്യേ അവർ നടന്നുകൊണ്ട് ദൈവത്തെ അവർ സ്തുതിച്ചു. അഗ്നി അവരെ സ്പർശിച്ചില്ല. അവർ ആ അഗ്നിയുടെ മധ്യത്തിൽ അവരുടെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങളുടെ ദുഃഖങ്ങള്, നിങ്ങളുടെ സങ്കടങ്ങള്, നിങ്ങളുടെ വേദനകള് നിങ്ങൾ പങ്കുവെച്ചപ്പോൾ ഒരുപക്ഷെ സിസ്റ്റർ അത് വേണ്ട പോലെ കേട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ശ്രമിച്ച ഒരു സഹോദരൻ അല്ലെ സഹോദരി അത് കേട്ടില്ലായിരിക്കാം. ശോയെ, എന്നെ ഒന്ന് കേട്ടുപോലും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളെ കാണുന്ന ആ അഗ്നികുണ്ഡത്തിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ വചനം പറയുന്നു, അവരുടെ മുടി കരിഞ്ഞില്ല, ആ തീയുടെ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടില്ല, അവരുടെ വസ്ത്രങ്ങൾ പൊള്ളലേറ്റില്ല. നിങ്ങളെയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മേഖലകളെയോ ഒരു വിധത്തിലും ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നു നീങ്ങുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടന്നു നീങ്ങുക, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ അഗ്നി ജ്വാലയുടെ മധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, സ്വർഗമുണ്ട് എൻ്റെ കൂടെ, ദൈവമുണ്ട് എൻ്റെ കൂടെ, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെ മറന്നിടല്ലേ, ദൈവം നിന്റെ അരികിലുണ്ടേ. ദൈവത്തിൽ നിന്നൊരു നാളും അകലരുതേ, ദൈവം നിന്നെ നയിച്ചിടുമേ. ആശ്രയിച്ചിടാം, ആരാധിച്ചിടാം, ശക്തനായോൻ കൂടെയുണ്ടല്ലോ. ആശ്രയിച്ചിടാം, ആരാധിച്ചിടാം, ശക്തനായോൻ കൂടെയുണ്ടല്ലോ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. കാലിൻ്റെ കുഴയ്ക്ക് വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക്, കൈയുടെ മുട്ടിന് വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നന്ദി പറയാം. ഒരു വ്യക്തിക്ക് വലിയ ആന്തരിക സൗഖ്യ അനുഭവം കൊടുത്ത് വിടുതല കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കൃഷിത്തോട്ടം അത് കർത്താവ് വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. വീട്ടിലെ ഉറുമ്പിൻ്റെ ശല്യം മൂലം വിഷമിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവ് അത് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. പ്രിയപ്പെട്ടവരെ, കൈയുടെ ഒരു തോളിനും പുറത്തും വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ചെണ്ടമേളത്തിൽ അംഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് അനുഗ്രഹം കൊടുക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായിരുന്ന ശത്രുതയുടെ മതിലുകളെ കർത്താവ് തകർത്ത് കളയുന്നു. 40 വയസ്സിന് മുകളിൽ 40 വയസ്സ് വരുന്ന പ്രായമുള്ള ഒരു വ്യക്തിയുടെ വിവാഹം നടക്കുന്നു. വീൽ ചെയറിന്റെ സഹായത്തോടുകൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് കാലിന് സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ICUവിൽ രോഗിയായി കിടന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞിന് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ദൈവവിളി സന്യാസത്തിലേക്കുള്ള ദൈവവിളിയെ സ്നേഹിക്കാൻ കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. മാലാഖമാരുടെ ശക്തമായ സാന്നിധ്യം ഈ ആലയത്തിന് ചുറ്റും കാണിച്ചു തരുന്നു. വിശ്വാസം, ചില വ്യക്തികളുടെ വിശ്വാസം ഈശോ വർദ്ധിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളുടെ മധ്യസ്ഥം തേടാൻ ഈശോ ആവശ്യപ്പെടുന്നു. ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന രോഗം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വലിയ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാലങ്ങളൊക്കെ കടന്നു വരുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ നടുവിന് വേദന മൂലം കുനിയാനും നിവരാനും പറ്റാതെ വിഷമിക്കുന്ന വ്യക്തിയുടെ നടുവിന് വേദന കർത്താവ് പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ബുദ്ധിഭ്രമം സംഭവിച്ച ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യത്തിലേക്ക് വരാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ അക്രമാസക്തമായി നിൽക്കുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോയെ വാരിയലിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു മാംസ കഷ്ണം കർത്താവ് എടുത്തു മാറ്റി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വിശ്വാസത്തോടെ ആ കൃപയൊന്ന് സ്വീകരിക്കാം നമുക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല മരണം കിട്ടാൻ വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഫലമായി നല്ല മരണം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ ഒരു കാർ അപകടം, തീ പിടിക്കുന്ന ഒരവസ്ഥ, മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഈശോയെ ഹല്ലേലൂയ. പുനർവിവാഹം നടക്കുന്നു, ഒരു കൊച്ചുമുണ്ട്. ആ മകളുടെ വിവാഹം വീണ്ടും നടത്തിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ജെസ്സി എന്ന പേരിൽ ഒരു മകളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. വനിതാ സംഭരണത്തിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കണ്ണിന്റെ പുകച്ചിൽ മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം മക്കളുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. പരീക്ഷയിൽ എക്സാം എഴുതിയിരിക്കുന്നതിന് ഉന്നത വിജയം കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. അനുദപിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി. ക്യാൻസർ രോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ICUവിൽ രോഗിയായി കഴിയുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. റോസമ്മ എന്ന പേരിൽ ഒരു മകളെ പ്രത്യേകം ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ സഹനമെല്ലാം അനുഗ്രഹമായി മാറുമെന്ന് ഈശോ ഒരു വ്യക്തിയോട് പറയുന്നു. കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ഊഷ്മളമാകുന്നു, അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. സ്പോണ്ടിലോസിസിന്റെ വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. വീസ തട്ടിപ്പിൽ പെട്ടുപോയ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ മുറിവ് കർത്താവ് എടുത്തു മാറ്റുന്നു. ശ്രദ്ധിക്കാൻ പറയുന്നു. വീസ തട്ടിപ്പ് ഇനിയുമുണ്ട്, സൂക്ഷിക്കാൻ പറയുന്നു. ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ. പന്നിഫാം നടത്തി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അത് നന്നായി ചെയ്യാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. ജപ്തി ഭീഷണി മൂലം വല്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തിന് കർത്താവ് അവിടെ ഇടപെടുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി നമ്മളോട് ശക്തമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ചാരായം വിൽക്കുന്ന പതിവുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അത് കർത്താവ് എടുത്തു മാറ്റി ആ വ്യക്തികളെ വിശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു. കാലിന് വലിയ സൗഖ്യത്തിന്റെ അനുഭവം, മുട്ട് മുതൽ താഴോട്ടുള്ള വേദനയും അസ്വസ്ഥതകളും നീരും ഒക്കെ കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒന്നും കൂടെ കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്റെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച്. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സുദീർഘനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് സുദീർഘനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ്. അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടപ്പിലാക്കി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിന്റെ മേലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും
ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത്. കർത്താവേ, കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ച് കളയരുതേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ച് കളയരുതേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് 6 മക്കൾക്ക് ജോലി തടസ്സം മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ചു. 6 മക്കൾക്ക് ജോലി തടസ്സം മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ജീസസ് കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്ന മക്കളുടെ മേലുള്ള അങ്ങയുടെ വലിയ കരുതലുകളെയും ഇടപെടലുകളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തുതി, സ്തുതി, സ്തുതി. ആബാപിതാവേ, ആബാപിതാവേ, കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വലിയ ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. Wow,
യേശുവിന് യോഗ്യനാണ്.